നമസ്കാരം. ചിങ്ങമാസം ആരംഭിച്ചിരിക്കുകയാണ്. 1200 കൊല്ലവർഷം ആരംഭിച്ചതിന് ശേഷം വരുന്ന ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ് നാളെ. ഈ വർഷം മുഴുവൻ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുവാൻ ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ശുഭകരം തന്നെയാകുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അത്യപൂർവമായ അവസരം തന്നെയാണ് ഇത്. ലക്ഷ്മി ദേവിയെ ചഞ്ചല എന്നാണ് വിളിക്കുക. ഒരിടത്ത് സ്ഥിരമായി ദേവി നിൽക്കുന്നതല്ല. ഇതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. അതിനാൽ കർക്കിടക അവസാന ദിവസങ്ങളിൽ ദേവി വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. ദേവി സാന്നിധ്യം വീടുകളിൽ നിലനിർത്തുവാൻ, വർഷം മുഴുവൻ നിലനിർത്തുവാൻ വീടുകളിൽ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളത്തെ പ്രത്യേകതകളെ കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത്. നാളെ മലയാള മാസം 6-ാം തീയതിയാകുന്നു. അതായത് കൊല്ലവർഷം 1200 6-ാം തീയതിയാണ് നാളെ. 6 എന്ന നമ്പർ ശുക്രഗ്രഹവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു നമ്പർ തന്നെയാകുന്നു. മഹാലക്ഷ്മി എന്ന നാമത്തിന്റെ ന്യൂമറോളജി നമ്പർ 6 ആകുന്നു. ഇതും ഒരു പ്രത്യേകത തന്നെയാകുന്നു. അതിനാൽ തന്നെ നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. നാളെ രാവിലെ ചതുർത്ഥി തിഥിയും വന്നു ചേരുന്നു എന്നതും വാസ്തവമാണ്. ഇതിനാൽ മഹാലക്ഷ്മി ദേവിയോടൊപ്പം ഗണേശ ഭഗവാനെ കൂടി ആരാധിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൂടി വന്നു ചേരുവാൻ പ്രാർത്ഥിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഇതിനാൽ ഈ വർഷത്തെ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് അനേകം പ്രത്യേകതകളുണ്ട് എന്നതാണ് വാസ്തവം. ഇത് യാദൃശികമല്ല, മറിച്ച് ദൈവിക ശക്തികൾ സകല ദുരിതങ്ങളും അകലുവാനായി നൽകുന്ന അവസരം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് പോലും വലിയ ഭാഗ്യം തന്നെയായി പരാമർശിക്കാം. ദേവി കടാക്ഷത്താലാണ് എന്ന് പറയാം. ഇനി പരാമർശിക്കുന്ന ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. എത്ര വലിയ പ്രാർത്ഥനയും നടക്കുകയോ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയോ ചെയ്യുന്നതാകുന്നു. ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ കാര്യം, അതിരാവിലെ നിങ്ങൾ ഉണരേണ്ടതാകുന്നു. സൂര്യോദയത്തിന് മുൻപായി, അതായത് രാവിലെ 6-ന് മുൻപായി തന്നെ നിങ്ങൾ ഉണരണം. കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് മനസ്സിൽ ദേവിയുടെ രൂപം സങ്കല്പിക്കേണ്ടതാകുന്നു. സന്തോഷത്തിൽ നമ്മെ ചിരിക്കുന്ന ദേവിയുടെ രൂപം തന്നെ നാളെ സങ്കല്പിക്കേണ്ടതാകുന്നു. മനസ്സറിഞ്ഞ് അമ്മേ ശരണം എന്ന് പറയുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദേവിയുടെ കടാക്ഷം അഥവാ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇനി പറയാൻ പോകുന്നതായ 5 കാര്യങ്ങൾ ചെയ്യുവാൻ ദേവി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് അടുക്കളയുമായി ബന്ധപ്പെട്ടാണ്. കുളിച്ച് ശുദ്ധിയായി തന്നെ അടുക്കളയിൽ പ്രവേശിക്കുവാൻ പ്രത്യേകം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷമാണ് അടുപ്പ് തെളിയിക്കേണ്ടത് അഥവാ കത്തിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം ഓം ഗം ഗണപതയെ നമഃ എന്ന് ഉരുവിട്ട് അല്പം നെയ്യും ഒരു ചെറിയ കഷ്ണം അഥവാ ഒരു നാളികേരക്കൊത്തും അടുപ്പിലേക്ക് ഇടുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതാണ്. ഇതിൽ പരം ഭാഗ്യം ഇല്ല എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ആദ്യം നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. ആദ്യം പാൽ തിളപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ അരിയാണ് എങ്കിലും വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പഞ്ചസാര പാലിൽ ഇട്ടതിന് ശേഷം നിവേദ്യമായി സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇങ്ങനെ ചെയ്യുന്നത് ആ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതിനും ഐക്യം, ഉയർച്ച എന്നിവ വന്നു ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു. സഹോദരങ്ങൾ തമ്മിൽ ആരെയും അസൂയപ്പെടുത്തും വിധം ഐക്യവും ഉയർച്ചയും വന്നു ചേരുന്നതിനും സന്തോഷകരമായ കുടുംബം തന്നെ അഥവാ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വിദ്യയിലും തൊഴിലിലും വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതുമാണ്. മഞ്ഞളുമായി ബന്ധപ്പെട്ടാണ് നാലാമത്തെ കാര്യം. മഞ്ഞളുമായി ബന്ധപ്പെട്ടാകുന്നു. വീടുകളിൽ മഞ്ഞൾ നാളെ വളർത്തുന്നത് ഏറ്റവും വിശേഷമാണ്. വീടുകളിൽ മഞ്ഞൾ ചെടി ഇല്ലാത്തവരാണ് എങ്കിൽ പ്രത്യേകിച്ചും
നട്ടു വളർത്തുവാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മഞ്ഞൾ ചെടി ഉള്ളവരാണ് എങ്കിൽ അവയ്ക്ക് ജലം സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവയെ പരിപാലിക്കുന്നത് ശുഭകരമാണ്. കൂടാതെ ഈ സമയം മഞ്ഞൾ ചെടിക്ക് ചുറ്റുമുള്ള മറ്റ് ചെടികൾ, അതായത് കാട് പിടിച്ച് കിടക്കുന്നത് പോലെയാണ് എങ്കിൽ അവ പറിച്ചു മാറ്റുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തുളസിത്തറയിൽ മഞ്ഞൾ നട്ടു വളർത്തുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. എന്നാൽ ഏവരുടെയും വീടുകളിൽ ഇത്തരത്തിൽ ഉണ്ടാകണം എന്നില്ല. അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ നാളെ മഞ്ഞൾ തുളസിത്തറയിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാകുന്നു. അതിനാൽ നാളെ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തുളസിക്ക് നാളെ ജലം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അഞ്ചാമത്തെ കാര്യം ഇതാകുന്നു. കൂടാതെ മറ്റു ചില കാര്യങ്ങളും തുളസിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 തവണ നാളെ തുളസിയെ വലം വയ്ക്കുക എന്ന കാര്യം ചെയ്യുക. കൂടാതെ തുളസിക്കതിർ സ്ത്രീകൾ തലയിൽ ചൂടുന്നതും ഏറ്റവും ശുഭകരമാണ്. തുളസിക്കതിർ നാളെ ശിരസിൽ ചൂടുവാൻ മറക്കാതിരിക്കുക. പുരുഷന്മാർ ചെവിയിൽ ചൂടുക എന്ന കാര്യം അഥവാ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുക. 6ാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ്. ഈ സമയം മഞ്ഞൾ അല്ലെങ്കിൽ ഉപ്പുജലം തളിച്ചതിന് ശേഷമാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നെയ്വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ തെളിയിക്കാവുന്നതുമാണ്. 5 തിരിയിട്ട ഭദ്രദീപം തന്നെ നാളെ തെളിയിക്കുവാൻ പ്രത്യേകം ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദേവീ ചിത്രത്തിൽ മഞ്ഞൾ, കുങ്കുമത്തിലകം എന്നിവ അണിയിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. വീട്ടിലുള്ള എല്ലാവരും നാളെ മഞ്ഞൾ, കുങ്കുമത്തിലകം അണിയുന്നതും അഥവാ അത്തരത്തിൽ അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ശുഭകരം തന്നെയാകുന്നു. വിളക്കിൽ ഒരു ഏലക്ക ഇട്ടതിന് ശേഷം തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരം തന്നെയാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. കൈകളിലേക്ക് പണം വന്നു ചേരുവാൻ ഇപ്രകാരം ചെയ്യുന്നത് സഹായകരമായി തീരും. വീട്ടിലുള്ള സ്ത്രീകൾക്ക് സമ്മാനം നൽകുന്നതും അല്ലെങ്കിൽ മധുരം വാങ്ങി നൽകുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇനി പറയുന്ന വസ്തുക്കൾ നാളെ വിളക്കിന് മുൻപിൽ സമർപ്പിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. അതിൽ ആദ്യത്തേതായ വസ്തു ശർക്കരയാണ്. കൂടാതെ മഞ്ഞൾ, കുങ്കുമം, മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ, പ്രത്യേകിച്ചും റോസ്, താമര എന്നിവ സമർപ്പിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. മുല്ല സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാണ്. 1 രൂപ നാണയം കിണ്ടിയിൽ ജലം സമർപ്പിക്കുമ്പോൾ അതിന് താഴെയായി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കിണ്ടിയിൽ നാളെ ജലം സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. എന്നാൽ കിണ്ടിയിൽ ജലം സമർപ്പിക്കുന്നതായ അവസരത്തിൽ കിണ്ടിയിൽ തുളസിയില കൂടി ഇട്ട ജലം സമർപ്പിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും നാളെ ചെയ്യുക. 1 രൂപ നാണയം അല്ലെങ്കിൽ ഒരു നാണയം വിളക്കിന് അടിയിൽ വയ്ക്കുക. വിളക്ക് കെടുത്തിയതിനു ശേഷം ഈ നാണയം, പണം നിങ്ങൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിക്കുക. അടുത്ത ചിങ്ങമാസത്തിലെ 30 വെള്ളിയുടെ അന്ന് ക്ഷേത്രത്തിൽ ഈ നാണയം നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ നാളെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുന്നതും മാല ദേവിക്കായി സമർപ്പിക്കുന്നതും അതീവ ശുഭകരവുമാണ്. ദേവിക്ക് വിളക്ക് കൊളുത്തുന്നത് വർഷം മുഴുവൻ ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. നാളെ പ്രത്യേകമായി ദേവിക്ക് പായസ വഴിപാട് നടത്തുവാൻ സാധിക്കുന്നതും അതീവ ശുഭകരമാകുന്നു. ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നത് പോലും നാളെ മഹാഭാഗ്യമായാണ് കണക്കാക്കുക. അതിനാൽ തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവീക്ഷേത്രത്തിലെ പ്രസാദം അണിയുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. പ്രസാദം വീടുകളിലെ പൂജാമുറിയിൽ വയ്ക്കുക. മന്ത്രം. നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും 108 ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം ശ്രീം ഹ്രീം ക്ലീം സിദ്ധലക്ഷ്മിയേ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം സിദ്ധലക്ഷ്മിയേ നമഃ എന്നാകുന്നു. 108 നാളെ ജപിക്കുക. ഇങ്ങനെ ജപിക്കുന്നത് ആഗ്രഹ സാഫല്യം സംഭവിക്കുന്നതിനും ഭാഗ്യം, ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു.
നാളെ 2 നേരം വിളക്ക് തെളിയിച്ച് ജപിക്കുവാൻ ശ്രമിക്കുക. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിലും ഈ മന്ത്രം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു.